ഈ സർപ്രൈസ് ഷെൻസുക്ക് ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ പോവാണ്. അതാ ഒരു മിനിറ്റ് ഓടില്ല. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഷെൻജുവിൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസംബർ 10 ഷെൻജുവിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ ഇന്ന് ഷെൻജുവിന് 5 വയസ്സായി. സത്യം പറഞ്ഞാൽ എത്ര പെട്ടെന്നാണ് പിള്ളേർ വളരുന്നതെന്ന് ഓർക്കുമ്പോൾ സങ്കടമുണ്ട്, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പം ഇപ്പം ഇന്ന് ഷെൻജു സ്കൂളിൽ പോയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മീറ്റിംഗ് ഉണ്ടായതുകൊണ്ട് സ്കൂൾ ഉച്ചവരെ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു കേക്ക് മുറിയൊക്കെ വൈകുന്നേരം തന്നെ ആക്കാമെന്ന്. അപ്പം ചെറിയൊരു കുഞ്ഞു ഡെക്കറേഷനും പിന്നെ ഷെൻജുവിൻ്റെ സർപ്രൈസ് ഗിഫ്റ്റും കൂടിയുണ്ട്. അപ്പോൾ അത് എന്താണ് ഒക്കെ വാങ്ങിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത് അപ്പം നിങ്ങളെയും അന്നേരം കാണിക്കും. ഇപ്പം എന്താണെന്ന് ഞാൻ പറയുന്നില്ല വയ്യ. അപ്പോൾ ഷെൻജു വന്നിട്ട് നമ്മളൊരു വിചാരിച്ചിരിക്കുന്ന ഷെൻജുവിൻ്റെ കണ്ണൊക്കെ കെട്ടി വന്നിട്ട് ഷെൻജു സ്കൂളിൽ വന്നപാട് സർപ്രൈസ് കൊടുക്കാം. പക്ഷേ കേക്ക് മുറി വൈകുന്നേരം ഒന്നും കൂടി ഓളെ ഇന്ന് ബർത്ത്ഡേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തന്നെ അയച്ചത് സ്കൂളിൽ. അപ്പോൾ ഒന്നും കൂടി വന്നിട്ട് ഒന്ന് ഫ്രഷൊക്കെ ആക്കി മുടിയൊക്കെ നല്ല വൃത്തിക്ക് കെട്ടി കൊടുത്തിട്ട് കേക്ക് മുറിക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ വന്നപാട് അവൾക്ക് സർപ്രൈസ് ആയിരിക്കും കൊടുക്കുന്നത്. ശേഷം ഈവനിങ് കേക്ക് മുറി ഒരു ചെറിയ പായസം, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ് അപ്പോൾ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ എന്തൊക്കെ വാങ്ങിച്ചതെന്ന് കാണിച്ചു തരാം. ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കുന്നില്ല, നോക്കാം. കാരണം ഇപ്പം തന്നെ 12 മണിയാവാനായോ, 11:30. സ്കൂളിൽ ഏകദേശം പെട്ടെന്ന് എത്തും. 1 മണി വരെ സ്കൂളില്ലും. അപ്പോൾ അതുകൊണ്ട് അതിനുള്ളിൽ എന്താണ് എൻ്റെ പണികളൊക്കെ തീർക്കണം. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം ബലൂണൊക്കെ ഊതണം. ബലൂൺ ഊതാൻ മെഷീനുണ്ട്, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഒരു കുഞ്ഞു ഡെക്കറേഷൻ കേട്ടോ. ഓക്കെ, ഞാൻ എന്തൊക്കെ വാങ്ങിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആദ്യം പുറത്ത് ഡെക്കറേറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഇത്തിരി ടൈം അങ്ങനെ തന്നെ വിചാരിച്ചിട്ടുണ്ടായി. ഇപ്പം മാറ്റി. ഇപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു ഉള്ളിൽ തന്നെ ഹാളിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഫസ്റ്റ് നമ്മളുടെ ടാപ്പ് ഉണ്ട്, അതുപോലെ പിന്നെ ഹാപ്പി ബർത്ത്ഡേൻ്റെ ബാനർ ഉണ്ടല്ലോ, അത് ഞാൻ വാങ്ങിച്ചിട്ടാട്ടോ. കാരണം സിയുവിൻ്റെ ബർത്ത്ഡേൻ്റെ ഉണ്ട്, ഷെൻജുവിൻ്റെ ബർത്ത്ഡേൻ്റെ തന്നെ ഉണ്ട് അത്ര. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഇത് വാങ്ങുന്നതിന് ഒരു ഗോൾഡൻ തീമിട്ടുണ്ട്, അതുപോലെ ഷെൻജുവിൻ്റെ സിൽവറാണ്. ഷെൻജിൻ്റെ ഈ സിൽവറും വരുന്നുണ്ട്. അപ്പം ഇത് നോക്കിയിട്ട് മാച്ചാവുന്ന രീതിയിൽ നോക്കിയിട്ട് തൂക്കി കൊടുക്കാം. ഇനി പിന്നെ ഇത് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഈ കർട്ടൻ സിൽവർ കളറാണ് നോക്കിയത്. പക്ഷേ ഈ കളറാണ് കിട്ടിയ, സിൽവർ ഇല്ല. ഇതായതുകൊണ്ട് അത് കാണുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ ഷെൻജിയുടെ ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ആ ഒരു എന്താണ് കളറാണ്, പച്ചയാണ് ബലൂൺ വാങ്ങിച്ചത്. അപ്പോൾ ഇത് 5 വാങ്ങിച്ചിട്ടുണ്ട്, 5th ബർത്ത്ഡേ ആണല്ലോ. അപ്പം സിൽവറാണ് വാങ്ങിച്ചത് കേട്ടോ. പിന്നെ ഏതാ ഈ കളറ് ബലൂൺസാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ബലൂണൊക്കെ ഊതിയിട്ട് വരാം. ഓക്കെ, എന്നിട്ട് കാണാം കേട്ടോ. ഇതിൻ്റെ കേക്ക് വന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ഷെൻജുവിന് വേണ്ടിയിട്ടുള്ള സർപ്രൈസ് കേട്ടോ. അപ്പോൾ കുറേ നാളായി ടെൻറ്റിന് വേണ്ടി പറയുന്നത്. അപ്പോൾ നമ്മുടെ ഷെൻജുക്കുട്ടിക്ക് വാങ്ങിച്ച ടെൻറ്റാണ് ഗൈസ്. അപ്പം ഇതാണ് നമ്മുടെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു. ഇത്ര ഡെക്കറേഷനുള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഷെൻജു വരുമ്പോൾ നമ്മൾ എന്താ പറയുക, കണ്ണ് പൊത്തിയിട്ടായിരിക്കും ഇപ്പോഴത്തേക്ക് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഇപ്പം ഇവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് എത്തിയിട്ട് പ്രോപ്പറൊക്കെ പൊട്ടിക്കണം ഇൻഷാല്ലാ. എന്നൊക്കെയാണ് പ്ലാൻ. നടക്കുമെന്ന് അറിയില്ല. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയ്യ ഈവനിങ് പായസമൊക്കെ ആക്കിയിട്ടായിരിക്കും കേക്ക് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഷെൻജു വരുമ്പോഴത്തേക്ക് എല്ലാം സെറ്റാക്കി വെക്കട്ടെ. അപ്പോൾ അതവിടെ 5 ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ ഒട്ടിക്കുന്നില്ല അവിടെ. കാരണം വെച്ചാൽ കൊണ്ട് ഡ്രസ്സൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കണം. അതുകൊണ്ട് അതവിടെ തായ്പ തൽക്കാലം ഒട്ടിക്കുന്നില്ല. ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒട്ടിക്കാമെന്ന് വിചാരിക്കുന്നു. കേക്ക് കട്ടിങ് ടൈം. അപ്പോൾ ഗൈസ് സ്കൂൾ വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഷെൻജു എത്താൻ പുറത്തെത്തിയിട്ട് കണ്ണ് കെട്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ.
അപ്പോൾ നമ്മൾ പോപ്പർ പൊട്ടിക്കും. പറഞ്ഞിട്ട് കേക്കൊരു കൈയായിരിക്കും. ഈ സർപ്രൈസ് ഷെൻജുക്ക് ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ പോവാണ്. ഓക്കെ, നമ്മൾ കുറേ നാൾ പറയുന്ന ടെൻറ്റ് വേണം, പക്ഷെ നമ്മൾ അത് വാങ്ങിക്കൊടുക്കുന്നുള്ള ഒരിത് കാണിച്ചിട്ടില്ല ഇതുവരെ. ഓക്കെ, അപ്പം നമുക്കിനി ബാക്കി വീഡിയോ കാണാട്ടോ, എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഷെൻജാൻ ഇപ്പോൾ വെയിറ്റ് ആക്കുകയാണ് ഗായ്സ്. ആദ്യം നമുക്ക് 5 ഷെൻജാൻ്റെ കയ്യിൽ കൊടുക്കാം. വന്ന് കഴിഞ്ഞിട്ട് സീ യു. പിന്നെ ആരാ കൊടുക്കും ആളെ അവള് പറ്റിക്കോ ടൈറ്റ് കെട്ടീനാ. നീ ആളെ നിൽക്ക്, അപ്പുറം നീ ആ ഫ്രണ്ടിൽ ആയിട്ടാ ഈ ഷെൻസു ഇങ്ങോട്ട് പൊട്ടിക്കലും കണ്ണു നോക്കലായിരിക്കണം. ഇത് ഫ്ലോപ്പോ ഫ്ലോപ്പോ നോക്കുന്നില്ലേ? എടാ എന്തിനാ എനിക്ക് സർപ്രൈസ് നോക്ക്, ഇത് നോക്ക് നോക്ക് ഷെൻസു. ഒരു എക്സ്പ്രഷനും ഇല്ല. ഷെൻസു ഇന്നോട് വീടെടുക്കാൻ പറഞ്ഞ ഞാനാന്ന് വീടെടുക്കും. എന്റെ ഒന്നും വന്നിട്ട് വീഡിയോയില് അതല്ല പോട്ടെ നടക്കുന്നില്ല. ആ ഇങ്ങോട്ടൊക്കെ എന്താ ഇല്ല. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടിട്ടേ? പ്രിൻസസ് ആയാ? ഗായ്സ്, ഇത് ഉമ്മ ഉപ്പം സിയൊക്കെ കൂടി കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് പൊട്ടിക്കുന്നതിന് നോക്കാം നമുക്ക്. മാഷാ അല്ലാ. എടുക്കാത്ത വർക്കടാ. വാവ്, കാണിച്ചാ കാണുന്നില്ല. ശരിയാണ്, താഴെ അടിപൊളി. നല്ല പാത്രം കാണിച്ചതിന് നല്ല ലവ് കുട്ടിയെല്ലാം ഒടിച്ചാണ് എന്റെ കുഞ്ഞിക്ക്. നല്ല പൊട്ടിക്കണേ. എന്താ പക്ഷി പറോ? മേക്കപ്പ് സെറ്റിന്റെ ഇഷ്ടപ്പെട്ടില്ലേ? സമാധാനമായ എന്തെന്നോട് പറഞ്ഞു. അപ്പൊ ഗൈസ്, അങ്ങനെ നമ്മുടെ ഷെൻജുവിന്റെ ബർത്ത്ഡേന്റെ സേമിയ പായസം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പാലൊക്കെ തിളച്ച് കഴിഞ്ഞ് നമ്മളിതാ വറുത്ത സേമിയ ഇടാൻ പോകുന്നു കേട്ടോ. അപ്പൊ ഒന്ന് ഇളക്കിയിട്ടൊന്ന് കാച്ചാട്ടാ. അപ്പൊ ഇത്രയുള്ളൂ വീഡിയോ. പയ്യെ നമുക്ക് ഷെൻജുവിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് ഗൈസ്. ഓക്കെ, അപ്പം കേക്ക് കട്ടിങ് കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലബ് പരിപാടികൾ ഇതിൽ അവസാനിക്കുന്നതായിരിക്കും ഗൈസ്. ബൈ.
അങ്ങനെ പിടിക്കല്. ശ്രദ്ധിച്ചു പിടിക്കും. എടുക്ക്. അപ്പോൾ ഗായ്സ്, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഷെൻജുവിൻ്റെ ബർത്ത്ഡേൻ്റെ വ്ളോഗ്. വലിയ സെലിബ്രേഷൻ ഒന്നുമല്ല, ഒന്ന് ചെറുതായി ഡെക്കറേറ്റ് ചെയ്തു, ഷെൻജുവിന് സർപ്രൈസ് കൊടുത്തു, കേക്ക് മുറിച്ചു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി പുതിയൊരു വീഡിയോ ഇടുന്നത് വരെ ടാറ്റാ ബൈ.